ചൂടേറും മുൻപേ അതിരാവിലെ ചൂടോടെ വോട്ട് രേഖപ്പെടുത്തി സംസ്ഥാനത്തെ NDA സ്ഥാനാർത്ഥികൾ. തൃശൂർ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയും ആറ്റിങ്ങൽ NDA സ്ഥാനാർത്ഥി വി മുരളീധരനും ഉൾപ്പെടെയുള്ളവർ കുടുംബസമേതമെത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ആദ്യ മണിക്കൂറിൽ തന്നെ വോട്ട് രേഖപ്പെടുത്തി. രാവിലെ 7 മണിക്ക് തന്നെ മുക്കാട്ടുകര സെന്റ് ജോർജ് LP സ്കൂളിൽ കുടുംബസമേതമെത്തിയാണ് സുരേഷ് ഗോപി വോട്ട് രേഖപ്പെടുത്തിയത്. തൃശൂരിലും ഇത്തവണ താമര വിരിയുമെന്ന് വോട്ട് ചെയ്ത ശേഷം അദ്ദേഹം പ്രതികരിച്ചു. ഇത്തവണ കേരളത്തിന്റെ വോട്ട് ആവശ്യം, വോട്ട് അവകാശം, തൃശൂർക്കാർ കേരളത്തിന്റെ ഹൃദയവികാരം മാനിച്ച് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ സമ്മതിദായകർ അവരുടെ ഹൃദയസ്പർശം അവരുടെ വിരൽ തുമ്പിലൂടെ താമരയെ തൊട്ടുണർത്തി തൃശൂരും അതുവഴി കേരളത്തെയും വിരിയിക്കും. പിണറായി സർക്കാരിന്റെ ദുർഭരണത്തിനെതിരായുള്ള വിധിയെഴുത്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് ആറ്റിങ്ങൽ NDA സ്ഥാനാർത്ഥി വി മുരളീധരൻ പറഞ്ഞു. കൊച്ചുള്ളൂർ കൊട്ടാരം ബൂത്തിൽ കുടുംബസമേതമെത്തിയാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയത്. ആറ്റിങ്ങലിലെ ജനങ്ങളും രാജ്യം മുഴുവൻ എടുത്തിട്ടുള്ള തീരുമാനത്തോടൊപ്പം നിൽക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കഴിഞ്ഞ 8 വർഷക്കാലമായി കേരളത്തിൽ ഭരണം നടത്തുന്ന പിണറായി സർക്കാരിൻ്റെ ദുർഭരണത്തിനെതിരായിട്ട് വിധിയെഴുതാനുള്ള അവസരമായിട്ട് കൂടി കേരളത്തിലെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണും എന്നെനിക്ക് ഉറപ്പുണ്ട്. BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും രാവിലെ 7 മണിയോടെ തന്നെ അത്തോളി മൊടക്കല്ലൂർ UP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. പ്രധാനമന്ത്രിയുടെ വികസന അജണ്ടയ്ക്കാണ് ജനം വോട്ട് നൽകുന്നതെന്ന് കെ സുരേന്ദ്രൻ പ്രതികരിച്ചു. ഇത്തവണ കേരളത്തിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിക്ക് അനുകൂലമായിട്ട് ജനങ്ങൾ വോട്ട് ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ വികസന അജണ്ടയ്ക്ക് ജനങ്ങൾ ഒന്നടങ്കം വോട്ട് ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. ഇരു മുന്നണികളോടും ശക്തമായിട്ടുള്ള അമർഷം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. സംസ്ഥാന ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾക്കെതിരായിട്ടുള്ള ശക്തമായ വിധിയെഴുത്തായിരിക്കും. കോഴിക്കോട് NDA സ്ഥാനാർത്ഥി MT രമേശും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. ആലത്തൂർ മണ്ഡലത്തിലെ വടക്കാഞ്ചേരി ഓട്ടുപാറയിലായിരുന്നു ആലപ്പുഴ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ വോട്ട്. കൊല്ലം NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ G കുടുംബസമേതമെത്തി വട്ടിയൂർക്കാവ് കാഞ്ഞിരംപാറ ഗവൺമെന്റ് LP സ്കൂളിലും പാലക്കാട് NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ കൽപ്പാത്തി അയ്യപുരം സ്കൂളിലുമാണ് വോട്ട് രേഖപ്പെടുത്തിയത്. വടകരയിലെ NDA സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണ കടമേരി LP സ്കൂളിലും കോട്ടയത്തെ NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി കണിച്ചുകുളങ്ങരയിലും എറണാകുളം NDA സ്ഥാനാർത്ഥി KS രാധാകൃഷ്ണൻ ചേരാനെല്ലൂരിലും വോട്ട് രേഖപ്പെടുത്തി. ആലത്തൂർ NDA സ്ഥാനാർത്ഥി ഡോക്ടർ TN സരസു ടീച്ചറും ചാലക്കുടി NDA സ്ഥാനാർത്ഥി KA ഉണ്ണികൃഷ്ണനും രാവിലെ തന്നെ വോട്ട് ചെയ്യാനെത്തി. വടക്കൻ കേരളത്തിലും ആവേശം ഒട്ടും കുറവായിരുന്നില്ല. കാസർഗോഡ് NDA സ്ഥാനാർത്ഥി ML അശ്വനിയും പൊന്നാനി NDA സ്ഥാനാർത്ഥി നിവേദിതയും കണ്ണൂർ NDA സ്ഥാനാർത്ഥി C രഘുനാഥും ചൂടേറും മുമ്പേ ചൂടോടെ വോട്ട് രേഖപ്പെടുത്തി. അതേസമയം തിരുവനന്തപുരം NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന് വോട്ട് ബംഗളൂരുവിലായതിനാൽ വോട്ട് ചെയ്യാനായില്ല. തിരുവനന്തപുരത്ത് തുടർന്നത് ഇവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് ജനം.